നമസ്കാരം, ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. സമസ്തയുടെ തിട്ടൂരമിറക്കിയതിനെതിരെയും 2040 കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും എന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയുടെ അലയൊലികൾ അടങ്ങുന്നില്ല. കോൺഗ്രസിലെയും ലീഗിലെയും രാഷ്ട്രീയ നേതൃത്വം ഓരോരുത്തരായി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി ആക്കാനുള്ള മഹായജ്ഞത്തിലാണ്. പാലാപിതാവിനോട് കാട്ടിയ വീരസ്യമൊന്നും ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് ചിലവാകില്ല, അവിടെ ഇതൊന്നും നടക്കില്ല എന്ന് ഇക്കൂട്ടർക്ക് നന്നായി അറിയാം. പാല അരമനയുടെ മുമ്പിലും എന്തിന് ഹൈക്കോടതിയുടെ മുൻപിൽ വരെ പ്രകടനം നടത്തിയ ഈ കൂട്ടരും യൂത്തന്മാരും ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ എങ്ങും പ്രതിഷേധ പ്രകടനങ്ങൾ ഒന്നും തന്നെ നടത്താത്തത് എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിനും മുസ്ലിം സേവകരായ കോൺഗ്രസുകാർക്കും നന്നായി അറിയാം, ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം കേരളത്തിലെ ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിലെ ഏറെ പേരുടെയും പൊതു അഭിപ്രായം ആണെന്ന്. അതിനാൽ ഈഴവ വിഭാഗത്തിന്റെ മതേതര ജനാധിപത്യത്തിലുള്ള ഉറച്ച നിലപാടിനെ വാഴ്ത്തിയും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ വ്യക്തിപരമായി വർഗീയവാദി എന്ന് വിളിച്ച് ഇകഴ്ത്തിയും ഒറ്റപ്പെടുത്തി രണ്ട് തട്ടിലാക്കാനാണ് UDF നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടിത ക്രിസ്തീയ വിശ്വാസികളുടെയും ഹിന്ദു സമൂഹത്തിൻ്റെയും ചൂടും ചൂരും UDF കണ്ടു തന്നെ അറിയുക. ജയ് ഹിന്ദ്.